ഒരു കാലം ആകാശവാണിയുടേതായിരുന്നു. റേഡിയോയുടെ മുന്നിൽ പാട്ടുകളും വാർത്തകളും കേൾക്കാൻ കാത്തിരുന്ന കാലം. റേഡിയോ ഇന്നും പലർക്കും, പ്രത്യേകിച്ച് പഴയ തലമുറയിൽപ്പെട്ടവർക്ക്, ഗൃഹാതുരത്വമുണർത്തുന്ന ഓർമ്മയാണ്. വാർദ്ധക്യത്തിന്റെ ഒറ്റപ്പെടലിൽ റേഡിയോ പലർക്കും ആശ്വാസമാകാം. വയോധികൾക്ക് റേഡിയോ നൽകുന്ന ജില്ലാ പഞ്ചായത്ത് പദ്ധതി ചിലർക്കെങ്കിലും ആശ്വാസമാകാം. ഓച്ചിറയിൽ കഴിഞ്ഞ ദിവസം വയോധികർക്ക് റേഡിയോകൾ വിതരണം ചെയ്തു. ജീവിതത്തിൽ പലപ്പോഴും ഒറ്റപ്പെടുന്നവർക്ക് ആശ്വാസമായാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് റേഡിയോ പദ്ധതി നടപ്പാക്കിയിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായാണ് ഓച്ചിറ ഗ്രാമപഞ്ചായത്തിലെ 60 വയസ്സ് കഴിഞ്ഞ വയോജനങ്ങൾക്ക് റേഡിയോകൾ വിതരണം ചെയ്തത്. ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് റേഡിയോ വിതരണം ചെയ്തത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ ചടങ്ങിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളി ഷൺമുഖൻ റേഡിയോ വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മത്സരമാണ്. പഞ്ചായത്ത് മെമ്പർമാർ എൻ്റെ വാർഡിലേക്ക് കൂടുതൽ ആരോഗ്യങ്ങൾ കിട്ടണം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഓരോ പഞ്ചായത്ത് വാർഡിലെ മെമ്പർമാർ പോകുന്നത്. അപ്പോൾ അത്രമാത്രം അതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും കൂടുതൽ റേഡിയോകൾ ഈ പഞ്ചായത്തിലേക്ക് എത്തിച്ചേരുവാൻ കഴിഞ്ഞത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബി ശ്രീദേവി അധ്യക്ഷത വഹിച്ചു. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ, ഇ ലത്തീഫ ബീവി, ശ്രീലത പ്രകാശ്, സരസ്വതി, അജ്മൽ, സന്തോഷ് ആനേത്ത, അഭിലാഷ് കുമാർ, മിനി, മാളു, ഗീതാരാജു തുടങ്ങിയവർ പങ്കെടുത്തു. പൂർത്തീകരിക്കുവാൻ വേണ്ടിയുള്ള ലക്ഷ്യപ്രാപ്തിയിലേക്കുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയത് നിങ്ങൾക്ക് തന്നെ അറിയാം. നിങ്ങളിനകത്ത് ഇന്നലത്തെ അപേക്ഷ കൊടുത്തിട്ടുള്ളവർ വളരെ ചുരുക്കം പേർ ആൾക്കാർ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള മുഴുവൻ അപേക്ഷകളും ഡോക്യുമെന്റുകളും അതിന്റെ കാര്യങ്ങളും മുഴുവനും ശരിയാക്കിയത് ഈ പഞ്ചായത്ത് ഭരണസമിതി ഒറ്റക്കെട്ടായിട്ടാണ്. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ.